വെൽക്കം ടു സ്റ്റഡി സ്റ്റുഡിയോ. നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്കാണ്. ദർ ആർ ടു ആർട്ടിക്കിൾസ്. ദേ ആർ എ ഓർ ആൻ ആൻഡ് ദ. എ ഓർ ആൻ ഈസ് കാൾഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. എ ഓർ ആൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എന്നാണ്. ഫോർ എക്സാമ്പിൾ, എ ടീച്ചർ, ആൻ ആനിമൽ. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ആനിമൽ. ഏത് ടീച്ചറാണെന്നോ ഏത് മൃഗമാണെന്നോ ഇവിടെ വ്യക്തമാക്കുന്നില്ല. And the is called definite article. കാരണം ഇതൊരു പ്രത്യേക വ്യക്തിയോ വസ്തുവിനെയോ കാര്യത്തെയോ സൂചിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. ഏത് പാർക്കിലേക്കാണ് പോകുന്നത് എന്ന് കേൾക്കുന്ന വ്യക്തിക്ക് അറിയാം. നമുക്കിനി എ ഓർ ആൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. Articles are used with nouns because they act as adjectives. A or an adjectivesന്റെ ധർമ്മമാണ് നിർവഹിക്കുന്നത്. അതിനാൽ അവ നൗണിനോടൊപ്പമാണ് ഉപയോഗിക്കുന്നത്. Where do we use a and where do we use an? A is used before a word beginning with a consonant sound. വ്യഞ്ജന ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന പദങ്ങൾക്ക് മുമ്പായി എ എന്ന ആർട്ടിക്കിൾ നമ്മൾ ചേർക്കുന്നു. ഫോർ എക്സാമ്പിൾ, എ കാർ, എ ബോയ്, എ പെൻ, എ സ്ക്രൂ, എ ഫാൻ. ആൻഡ് ആൻ ഈസ് യൂസ്ഡ് ബിഫോർ എ വേർഡ് ബിഗിനിങ് വിത്ത് എ വവൽ സൗണ്ട്. സ്വരശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന പദങ്ങൾക്ക് മുമ്പായിട്ടാണ് ആൻ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാറുള്ളത്. എക്സാമ്പിൾ, ആൻ അഡ്വർടൈസ്മെന്റ്, an Indian, an eagle, an island, an elephant, an umbrella, an angle, an outline, an octopus. Okay, ഇനി നമുക്ക് ദ എവിടേക്ക് യൂസ് ചെയ്യുമോ നോക്കാം. ദ ഈസ് യൂസ്ഡ് വിത്ത് the names of rivers, seas, oceans and mountain ranges. Example, the Nile, the Arabian Sea, the Pacific Ocean, the Himalayas, the Western Ghats. The is used before the names of some books. For example, the Bible, the Ramayana. And the is used before the names of things which are unique of their kind. Example, the earth, the sun, the sky. The is used before superlatives. For example, the finest day, the cleverest boy, the hottest day. The is used before the names of musical instruments. For example, the harmonium, the veena. അത് വെച്ചൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ, ഷീ ക്യാൻ പ്ലേ ദ ഗിറ്റാർ. ഓക്കെ. And when we use a singular noun to represent എ ഓൾ ക്ലാസ്, ഒരു സിംഗുലർ നൗൺ ഒരു വർഗത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ദ കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. ഓക്കെ. നേരത്തെ പരമാവശിഷ്ടമുള്ള ഒരു വസ്തുവിനെയോ ആളിനെയോ സൂചിപ്പിക്കുമ്പോഴും നമ്മൾ ദ യൂസ് ചെയ്യും. നമ്മൾ കണ്ടായിരുന്നു ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്, നേരത്തെ കണ്ട എക്സാമ്പിൾ. ഓക്കെ. വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഐ ലോസ് ദ ബുക്ക് വിച്ച് ഐ ബോറോഡ് ഫ്രം യു. ഓക്കെ.